बहुत बड़ा बगीचा बनाना चाहता है। അവിടെ അവന്റെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് രാജാവിന് സഹിക്കുന്നില്ല. അവൻ അതിനെ മാറ്റി ഒരു ചീരത്തോട്ടമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ്. आई मीन यहाँ पर इस नाबोत का जो जगह है वो जगह के करीब आई मीन राजा का समर पैलेस है करके वहां पर लिखा गया है। അവിടെ ഈ തോട്ടത്തിന്റെ അടുത്താണ് രാജാവിന്റെ രാജകൊട്ടാരമുള്ളതെന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. पढ़ेंगे उसके पहले और दूसरे आयतों को। അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. बस वहां पर नाबोत का एक बहुत अच्छा लॉर्ड एक दाग का एक आई मीन बगीचा है करके वहां पर स्पष्ट तौर से लिखा है। അവിടെ നാബോത്തിന്റെ നല്ല ഒരു മുന്തിരിത്തോട്ടം തനിക്കുണ്ടായിരുന്നു എന്ന് എഴുതി. लेकिन एक ही गलती हो गया कि ये लॉर्ड आहाब राजा के राजमहल के करीब ये जमीन हो गया। ആകെപ്പാടെ അവന്റെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അവന്റെ ഈ തോട്ടം അവന്റെ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ ഏറ്റവും സമീപത്തായി പോയി എന്നുള്ളത് മാത്രം. दूसरा एक वर्शन में एक लैंग्वेज में समर पैलेस करके वहां पर आहाब के बारे में बताया गया है। അവിടെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ മറ്റൊരു വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് രാജാവിന്റെ ചൂടുകാലത്ത് പാർക്കുന്ന അരമന എന്നാണ്. हालेलुया। उनको शायद विंटर पैलेस है, समर पैलेस है, पता नहीं, बारिश के टाइम में भी दूसरा पैलेस होगा उनको। ഒരുപക്ഷെ രാജാവിന് ചൂടുകാലത്ത് ഒരു അരമന, തണുപ്പ് കാലത്ത് ഒരു അരമന, ഇനി മഴക്കാലത്ത് വേറൊന്നും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ। हालेलुया। यहाँ पर समर पैलेस के खिड़की से जब देखता है नाबोत नाम का एक व्यक्ति का बड़ा सा बगीचा वो देख रहा है। ഇവന്റെ ഈ കൊട്ടാരത്തിൽ നിന്ന് താൻ നോക്കുമ്പോൾ, തന്റെ ജനലിൽ കൂടെ നോക്കുമ്പോൾ തനിക്ക് കാണുവാൻ കഴിയുന്നത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. उसको वहां का दाग नहीं चाहिए बल्कि उसको सब्जियों का बगीचा बनाना है। അവൻ അവിടുത്തെ മുന്തിരി വേണ്ട, അവൻ അവിടെ ഇപ്പോൾ ചീര വേണം. हालेलुया। क्या जबरदस्ती है। किसी और के खेत में क्या हो रहा है, आपको क्या लेना देना है। അവന്റെ എന്തൊരു സ്വഭാവമാണെന്ന് നമ്മൾ നോക്കുക. മറ്റൊരുവന്റെ തോട്ടത്തിൽ എന്താണ് കൃഷി എന്നുള്ളത്, ഇവൻ എന്ത് വിഷയമാണ് അതിനകത്തുള്ളത്. लेकिन उसके दूसरे आयत में ऐसा लिखा गया है कि नाबोत को बुलाकर कहता है कि मैं उसे सब्जियों का खेत बनाना चाहता हूं, इसके लिए इसके बदले मैं दूसरा एक अंगूर का बगीचा दूंगा करके वहां पर उससे कहता है। അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കണം, അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തിന് പകരം നിനക്ക് നല്ല വേറൊരു മുന്തിരിത്തോട്ടം തരാമെന്നും ആഹാബ് പറയുന്നുണ്ട്. यदि वो भी आप तृप्त नहीं है तो इसके बदले मैं तुम्हें पैसा दे दूंगा। ഇനി അതും നിനക്ക് മതിയില്ല എന്ന് വരികയാണെങ്കിൽ നിനക്ക് ഞാൻ ഇതിന് പകരം പണം തരാം. एक अच्छा डीलिंग वहां पर हो रहा है। ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കച്ചവടമാണ് അവിടെ പറയുന്നത്. क्या गलती है, हम इस बात को पढ़ने में हमें तो कोई गलती समझ में नहीं आ रहा है। ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയെങ്കിലും യാതൊരു തെറ്റും പറയാനില്ല. लेकिन तीसरी आयत को हम पढ़ना बहुत जरूरी है। 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. नाबोत वहां पर उसे जवाब दे रहा है। നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. मैं प्रार्थना करता हूं कि हालेलुया परमेश्वर उसका अनुमति ना दे ताकि मैं मेरे पिताओं का जो जमीन है तुझे मैं बेच डालूं। ദൈവം അങ്ങനെ സംഗതി വരുത്തരുതേ, എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ. हालेलुया। मोल देने के लिए तैयार है, बदले में जमीन देने के लिए तैयार है, लेकिन नाबोत कहता है कि परमेश्वर ना करे कि हालेलुया मेरे पिताओं का जमीन मैं तुझे दे डालूं। അവിടെ പകരമായിട്ട് പണം കൊടുക്കുവാൻ തയ്യാറാണ്, മറ്റൊരു മുന്തിരിത്തോട്ടം കൊടുക്കുവാൻ ആഹാബ് തയ്യാറാണ്. പക്ഷെ നാബോത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, യഹോവ ആമേൻ ഈ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ എനിക്ക് സംഗതി വരുത്തരുത്. ये उस राजा के खिलाफ वो करने वाला प्रेज लॉर्ड ये एक षड्यंत्र नहीं है, बल्कि वो परमेश्वर की आलोचनाओं को, परमेश्वर की कल्पनाओं को मानने के लिए वो तैयार हो रहा है। അവൻ ഒരിക്കലും അത് രാജാവിന് വിരോധമായി ആമേൻ ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ല, അല്ലെങ്കിൽ ഒരു
തന്ത്രമല്ല, പക്ഷേ അവൻ ദൈവത്തിന്റെ ഒരു കൽപ്പനയെ പ്രമാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. लेविया की पुस्तक उसके 25वें अध्याय इसके लिए समझने के लिए पढ़ना बहुत जरूरी है. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. लेविया पुस्तक उसके 25वें अध्याय के 23 से लेकर 28 तक 23 से लेकर 28 तक के आयतों में उसके बारे में गंभीर तौर से बताया गया है. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 23 മുതൽ ആ വിഷയത്തെ കുറിച്ച് വളരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. यहाँ पर यहोवा परमेश्वर इस्राएलियों से कहता है कि आपकी जमीन बेच ना डाले, क्योंकि वो आपका है ही नहीं बल्कि वो यहोवा का है. ഇവിടെ ഇസ്രായേൽ മക്കളോട് വളരെ വ്യക്തമായ കൽപ്പന കൊടുക്കുകയാണ്. നിങ്ങളുടെ ജന്മദേശം നിങ്ങൾ വിൽക്കരുത്, നിങ്ങൾ പരദേശികളായി പാർക്കുന്നതായതുകൊണ്ട് ഈ ദേശം ദൈവത്തിൻ്റെതാണ്. ये जमीन परमेश्वर का है, हमें बेचने का कोई हक नहीं है. ഈ ദേശം ദൈവത്തിൻ്റെതാണ്, ഇത് വിൽക്കുവാൻ നിങ്ങൾക്ക് അവകാശം. हम तो केवल मुसाफिर है, हमारा खुद का है बोलने के लिए कुछ भी नहीं है. നമ്മളൊരു യാത്രക്കാരാണ്, പരദേശികളാണ്, നമ്മുടെ സ്വന്തം എന്ന് പറയുവാനില്ല. उसका आगे भी देखेंगे. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. എന്നാൽ വീണ്ടുകൊള്ളാൻ അവൻ ആരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കി കൊടുത്ത് തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോവേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം. യോവേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. हालेलुया. जो बेच डाला था, पैसे का जरूरत पड़ा, हालेलुया, किसी और ने ले लिया, लेकिन जुबली ईयर के समय में वो वापस उसी पुराना मालिक के पास इसी जमीन वापस आना बहुत जरूरी है. ഇനി എന്തെങ്കിലും വിറ്റ് കളഞ്ഞാൽ തന്നെയും യോവേൽ സംവത്സരമാകുമ്പോൾ വിറ്റവന്റെ അവകാശത്തിലേക്ക് അത് മടങ്ങി വരണം. क्योंकि ये जगह हमारा नहीं है बल्कि यहोवा का है करके वहां पर स्पष्ट तौर से बताया गया है. ഈ ദേശം നമ്മുടേതല്ല, നമ്മൾ പരദേശികളും ദേശം എനിക്കുള്ളതുമാകുന്നുവെന്ന് ദൈവം അവിടെ പറയുന്നു. हालेलुया. इसके लिए नाबोत यहाँ पर कहता है कि हे राजा, ये मेरा नहीं बल्कि ये परमेश्वर का है, पूर्व पिताओं के द्वारा दिया गया है, उसे बेचने का हक मेरे पास नहीं है. അതുകൊണ്ടാണ് നാബോത്ത് ഇവിടെ ആഹാബിനോട് പറയുന്നത്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ. हालेलुया. हाल ही में हमारे चर्च में एक अंकल था, उनके घर में हम जब विजिट कर रहे थे, कुछ बातों में वे ऐसे बोल रहे थे कि पास्टर, एक साल में 10,000 रुपया टैक्स भरना पड़ता है घर के लिए. കഴിഞ്ഞ ദിവസം വിസിറ്റിങ്ങിന് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലെ അങ്കിൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറയുകയായിരുന്നു, ഭവനത്തിന് വേണ്ടി 10,000 രൂപ टैक्स കൊടുക്കണം. हालेलुया. एक साल हालेलुया प्रेस 10,000 रुपए नहीं भरा तो अगले साल यदि छूट गया तो गवर्नमेंट कुछ भी एक्शन ले सकता है. ഒരു വർഷം 10,000 രൂപ ആ ടാക്സ് കൊടുത്തില്ല എങ്കിൽ അതിന്റെ അടുത്ത വർഷം ഗവൺമെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കും. सोच कर देखिएगा, जमीन खरीद लिया, हालेलुया, अपने नाम में कर दिया, लेकिन फिर भी अगर टैक्स नहीं भरा तो हमारा कोई हक नहीं है. गवर्नमेंट बोलेगा कि वहां से निकल जाओ, हम ले रहा है बोलकर वापस ले सकता है. നമ്മൾക്ക് സ്ഥലം വാങ്ങുവാൻ അവകാശമുണ്ട്, വീട് പണിയുവാൻ അവകാശമുണ്ട്. എന്നാൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട നികുതി നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഗവൺമെന്റ് പറയും, നിനക്ക് ഇവിടെ താമസിക്കാൻ കഴിയത്തില്ല, ഇത് ഞങ്ങളുടെ ഭൂമിയായി മാറും. हालेलुया. और यहाँ पर नाबोत परमेश्वर की वचनों के आधार पर वो खड़ा होने के लिए तैयार होता है. ഇവിടെ നാബോത്ത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിൽക്കുവാൻ തയ്യാറായി. राजा शायद इन्फ्लुएंशियल होगा, लेकिन नाबोत कहता है कि हे राजा, मैं तुझे आदर तो करता हूं, लेकिन मैं परमेश्वर की कल्पनाओं से बिल्कुल अलग नहीं हो पाऊंगा. ഇവിടെ നാബോത്ത് അവൻ ദൈവത്തെ ഭയപ്പെടുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ എന്റെ തോട്ടം നിനക്ക് തരുവാൻ
മനസ്സാകുന്നില്ല. हालेलुया, क्योंकि उसे पता है कि राजा के अधिकार को जानते हुए मैंने यदि बेच दिया तो मैं शायद परमेश्वर की कल्पनाओं को उल्लंघन कर रहा हूं, इसके लिए उसका शिक्षा परमेश्वर से मैं प्राप्त करना पड़ जाएगा. രാജാവ് ഒരു പക്ഷെ വളരെ സ്വാധീനമുള്ളവനായിരിക്കാം. അവന്റെ സ്വാധീനം അനുസരിച്ച് അവനോടുള്ള ബഹുമാന നിമിത്തം ഇത് വിറ്റുകളഞ്ഞാൽ ആമേൻ ദൈവകൽപ്പന ലംഘിച്ച് എനിക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷ വരുമെന്ന് നാബോത്തിനറിയാം. ये खबर सुनकर आहाब ने क्या किया, उसके 4 आयत में हम पढ़ते हैं. ഇത് കേട്ട ആഹാബ് എന്താണ് അവനോട് ചെയ്തതെന്ന് 4-ാമത്തെ വാക്യം പറയുന്നു. ഇസ്രായേലിനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണം ഒന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. हालेलुया, यहाँ पर लिखा गया है कि जैसे ये खबर सुना, आहाब कौन है? राजा है. राजा अपने घर जाता है, ना तो खाना खाता है, ना तो किसी से बातें करता है, मुंह फैलाकर अपने बिस्तर में वो लेट जाता है. ഈ കാര്യം കേട്ടിട്ട് ഒരു രാജാവായ ആഹാബ് അവൻ ഭവനത്തിൽ ചെന്ന് ആരോട് മിണ്ടുന്നില്ല. വളരെ വാടിയ മുഖത്തോടെ മുഖം തിരിച്ചു കിടന്നു. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Praise Lord, हालेलुया. I mean, ऐसा कौन करता है? അങ്ങനെയൊക്കെ ആരാ ആക്ച്വലി ചെയ്യുന്നത്? घर में छोटे बच्चे ऐसा जिद करते हैं. കൊച്ചു പിള്ളേരല്ലേ ഇങ്ങനെയുള്ള വാശി പിടിക്കുന്നത്? अरे आहाब छोटा बच्चा नहीं है, वो राज्य का राजा है. അവനൊരു കൊച്ചു കുഞ്ഞല്ല, അവനൊരു രാജ്യത്തിന്റെ രാജാവാണ്. मुझे चॉकलेट नहीं मिलेगा तो मैं यहाँ से नहीं मैं हटूंगा बोलकर बच्चे रोते हैं. बड़े लोग थोड़ी ना ऐसा रोते हैं. ഒരു മുട്ടായി കിട്ടിയില്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞല്ലേ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, മുട്ടായി തരാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. लेकिन आहाब यहाँ पर करता है कि वो खाना नहीं खा रहा है, किसी से बातें नहीं कर रहा है, मुंह फैलाता है, अपने बिस्तर में जाकर लेट जाता है. ഇവിടെ ആഹാബ് ഇത്തരം സ്വഭാവങ്ങളെല്ലാം കാണിക്കുകയാണ്. ആഹാരം കഴിക്കുന്നില്ല, മുഖം വ്യസനിപ്പിക്കുന്നു, ആമേ വളരെ വാടിയ മുഖത്തോടെ ആരോടും മിണ്ടാതെ മുഖം തിരിച്ച് കട്ടിലേൽ കിടക്കുന്നു. हालेलुया, वो भी जिद किसके लिए कर रहा है? किसी और के जमीन अपने नाम में करने के लिए ये जिद सब कुछ कर रहा है. അവൻ എന്തിനാ ഈ വാശി മുഴുവൻ പിടിക്കുന്നത്? മറ്റൊരുവന്റെ സ്വന്തമായിരിക്കുന്ന ഒരു ഭൂമി തന്റെ പേരിൽ ആക്കുവാനുള്ള വഴക്ക്. अब दूसरा एक कैरेक्टर को हम देखेंगे उसके 5वें आयत से മറ്റൊരു വ്യക്തിയെ നമ്മൾക്ക് 5-ാമത്തെ വാക്യത്തിൽ കാണാം. पढ़ेंगे. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു. हाँ. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിനക്ക് മനസ്സ് തെളിയട്ടെ, ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. आमीन. अपने पत्नी से उसने अपने सारे दर्दों को बांट दिया. അവന്റെ ഭാര്യയോട് അവന്റെ വിഷമം മുഴുവനും പറഞ്ഞു. पत्नी कहता है कि अरे तू इस्राएल का राजा है या छोटा बच्चा है, क्या जिद कर रहा है? जाकर खाना खाओ, हम उसके लिए कुछ ना कुछ रास्ता ढूंढ लेंगे. അവള് പറയുകയാണ്, നീ എന്താ വലിയ ഇസ്രായേലിന്റെ രാജഭാരം വല്ലതും എടുത്തോണ്ടിരിക്കുകയാണോ? നീ പോയി ആഹാരം കഴിച്ച് നിന്റെ മുഖമൊക്കെ തെളിയ. लेकिन उसे नहीं पता था कि अपने पत्नी कुछ और षड्यंत्र को रच रही है. എന്നാൽ അവന് അറിയില്ലായിരുന്നു അവന്റെ ഭാര്യ മറ്റൊരു തന്ത്രം മെനയുമെന്നുള്ളത്. क्योंकि उसका पत्नी इस्राएल का नहीं है बल्कि एक अलग राज्य का है, और उसके बारे में कहा गया है कि विकेटनेस का मिशनरी है करके उसके बारे में बताया गया है. അവൾ ആഹാബിന്റെ ഭാര്യ ഇസബേൽ ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ ആയിരുന്നു. ആമേൻ. ദുഷ്ടത വഹിക്കുന്ന ഒരു ദുഷ്ട സ്ത്രീ ആയിരുന്നു ഇസബേൽ എന്നവളെ കുറിച്ച് പറയുന്നു. हालेलुया. और अपने बुद्धि में उसने कुछ तो निर्णय लिया और आहाब से कहता है कि जाकर खाना खा लो. അവിടെ ചില തീരുമാനങ്ങളൊക്കെ അവൾ എടുത്തിട്ട് ആഹാബിനോട് പറയുകയാണ്, നീ പോയി ആഹാരമൊക്കെ കഴിക്കുക. हमें उसके नीचे की आयतें पढ़ने में बड़ा ड्रामेटिक सिचुएशन उन्होंने बनाया है. आहाब खाना खाने के उतने टाइम में बहुत कुछ इസബेल ने कर दिया है. ആ ആഹാബ് ആഹാരം കഴിക്കുന്ന സമയത്തിനുള്ളിൽ വളരെ നാടകം ഇസബേൽ കളിക്കുവാനായി. हालेलुया. उसके 8वें आयत में आहाब के नाम में इസബेल ने एक खत लिख दिया. അവിടെ 8-ാമത്തെ വാക്യത്തിൽ ആഹാബിന്റെ പേര് വെച്ച് മുദ്രയിട്ട് അവൾ ഒരു കത്തെഴുതി. वो खत लिख रही है लेकिन सील और साइन आहाब का है.
അവളാണ് കത്തെഴുതിയത്. പക്ഷെ സീലും മുദ്രയും വന്നത് രാജാവിന്റെ. जब जा रहा है तो अहाब के नाम में ये खत जा रहा है। പോകുന്നത് കത്ത് പേര് വരുന്നത് ആഹാബിന്റെ. लेकिन बुद्धि किसी और का है। പക്ഷെ ബുദ്ധി ഉപയോഗിച്ചത് ഇസബേലാണ്. बहुत ध्यान से मसीह जिंदगी जीना, വളരെ ശ്രദ്ധയുള്ള ജീവിതം നയിക്കണം. नहीं तो शैतान पूरा मौका का फायदा उठाएगा। അല്ലെങ്കിൽ പിശാച് മുഴുവനും അവസരങ്ങൾ ഉപയോഗിക്കും. शैतान अपने तंत्रों को हमारे नाम में वो खेलना शुरू कर देगा। പിശാച് അവന്റെ കാര്യങ്ങളെ നമ്മുടെ പേരിൽ ചെയ്യുവാൻ ഇടയായി. आइडेंटिटी जाएगा पास्टर जिजो जॉर्ज, लेकिन खेल किसी और का हो रहा है। പേര് വരുന്നത് പാസ്റ്റർ ജിജോ ജോർജ് എന്നായിരിക്കും, പക്ഷെ കളിക്കുന്നത് മുഴുവനും പുറകിൽ വേറെ ആളാണ്. इसके लिए बड़े ध्यान से मसीह जिंदगी जीना जरूरी है। അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം आपकी आइडेंटिटी खोने वाला कोई भी मौका शैतान को रास्ता खोल कर ना दे। പിശാച് ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റിയെ യൂസ് ചെയ്ത് അവന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കരുത്. काफी बार काफी लोग गिर जाते हैं, हालेलुया, प्रेस्टोड सेवकाई से थक जाते हैं, गिर जाते हैं, हालेलुया, मसीह हम प्रेस्टोड प्रेम से अलग हो जाते हैं। क्यों? क्योंकि शैतान को खेलने के लिए मौका दे रहा है। പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളും അവരുടെ ശുശ്രൂഷയിൽ നിന്ന് വീണു പോകുന്നു. ആമേൻ. അവരുടെ വിശ്വാസ ജീവിതത്തിൽ ആമേൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടിട്ട് തകർന്നു പോകുന്നു. आमीन। 8वीं आयत को पढ़ेंगे। 8ാമത്തെ വാക്യം. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. आमीन। नाबोत के शहर में रहने वाले हर एक बुजुर्गों को उन्होंने ये खत भेज दिया। അവിടുത്തെ മുഴുവൻ പ്രധാനികൾക്കും നാബോത്തിന്റെ പട്ടണത്തിലുള്ള മൂപ്പന്മാർക്കും അവൾ കത്തയച്ചു. और उस खत में क्या लिखा गया है वो भी वहां पर बताया गया है। ആ കത്തിൽ എഴുതിയിരിക്കുന്നത് അവൾ എഴുതിയിരുന്നത് നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തിരുത്തുവേ. हालेलुया। आपके देश में बहुत बड़ा एक उपवास का घोषणा करो और वहां पर नाबोत को सबसे मुख्य स्थान देना है। അവിടെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിനിടയിൽ പ്രധാന സ്ഥലത്ത് ഇരുത്തണം. उपवास प्रार्थना रखना गलत नहीं है, ഉപവാസ പ്രാർത്ഥന വെക്കുന്നത് തെറ്റല്ല. लेकिन नाबोत को यदि उसका मुख्य स्थान दे रहा है, थोड़ा ध्यान देना कि कुछ ना कुछ तो गड़बड़ वो कर रही है। അവിടെ നാബോത്തിന് പ്രധാന സ്ഥലം ഇരിക്കാൻ കൊടുക്കുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഒരു തന്ത്രമുണ്ട്. हालेलुया। परमेश्वर के कार्यों को हालेलुया इस्राएल अपने तरीके से करने का वो कोशिश कर रही है। ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ അവളുടെ രീതിയിൽ എന്തൊക്കെയോ ചെയ്യുവാൻ ആഗ്രഹിക്കുക. हमें फास्टिंग प्रेयर के लिए बुलाएंगे तो सभी लोग सोचेंगे कि ये एक अच्छा कार्य है, परमेश्वर की योजना के अनुसार है। ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ആളുകളെല്ലാം വിചാരിക്കും ഇതെന്തോ നല്ല ദൈവകാര്യത്തിന് വേണ്ടി വിളിക്കുക. लेकिन यहाँ पर इस्राएल के मन में कुछ और खेल चल रहा है। എന്നാൽ ഇവിടെ ഇസബേലിന്റെ മനസ്സിൽ മുഴുവനും തെറ്റായ ചില കാര്യങ്ങൾ. नाबोत को वहां पर मुख्य स्थान में बिठा दिया അവിടെ നാബോത്തിനെ പ്രധാന സ്ഥലത്ത് ഇരുത്തി. और फिर उसके नीचे उसके 10वीं आयत में और कुछ बातों को भी वहां पर बताया गया है। അതിന്റെ താഴോട്ട് 10ാമത്തെ വാക്യത്തിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചുവെന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ല് എറിഞ്ഞു കൊല്ലണം. हालेलुया। प्रेस्टोड जो घर में बैठा था उसे घर से बाहर निकाल कर लेकर आकर उसके ऊपर इल्जाम डालकर पत्थर मार डालने वाला एक खेल यहाँ पर रचा जा रहा है। വീട്ടിലിരുന്നവനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് അവൻ സ്ഥലത്ത് ആളുകളുടെ നടുവിൽ നിർത്തി അവനെതിരെ തെറ്റ് ആരോപിച്ച് അവനെ കുറ്റം ചുമത്തുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. अरे नाबोत ने क्या गलती कर दिया कि उसको ऐसे बातों में फंसाया जा रहा है। നാബോത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ അകപ്പെട്ടത്? लेकिन यहाँ पर इस्राएल ने 2 लोगों को तैयार किया कि झूठे गवाह इस नाबोत के खिलाफ वे दोनों कहना है। അവിടെ ഇസബേൽ നീചന്മാരായ രണ്ടുപേരെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് നാബോത്തിനെതിരെ സാക്ഷ്യം പറയാൻ. नाबोत सोच रहा है कि मैं यदि सीधा हूं तो परमेश्वर मेरे लिए सही कार्यों को सही समय पर कर देगा। നാബോത്ത് ചിന്തിക്കുന്നത് ഞാൻ ശരിക്കുള്ള വഴി നിൽക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് കാര്യങ്ങളെ ആ രീതിയിൽ ക്രമീകരിക്കും. हालेलुया। मैंने तो कोई गलती नहीं किया है, लेकिन शैतान ने तो ऑलरेडी गलत रास्ता चुनकर रखा है, 2 लोगों को नियुक्त करके रखा है आपके खिलाफ। हालेलुया।
झूठे गवाहियों को कहने के लिए। നാബോത്ത് ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ ശത്രു നിനക്കെതിരെ രണ്ട് ദുഷ്ട വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് സാക്ഷ്യം പറഞ്ഞ് നിന്നെ തകർക്കാൻ. हालेलुया। और वहां पर प्रेज द लॉर्ड नाबोत के खिलाफ वो कहते हैं कि राजा के खिलाफ और राज्य के खिलाफ इन्होंने कहा है बोलकर हालेलुया से पत्थर मार के उसे मार डाल रहा है। അവരവനെ ആമേൻ കുറ്റം വിധിച്ച് സാക്ഷ്യം പറയിപ്പിച്ച് രാജാവിനെ അവൻ ദുഷിച്ചു എന്ന് രണ്ടുപേർ അവനെതിരെ സാക്ഷ്യം പറഞ്ഞത് നിമിത്തം അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. हालेलुया। और उसे पत्थर मार के नाबोत को जब मार डालता है नाबोत सच्चाई वचन के अनुसार सच्चाई के लिए वो खड़ा रहा था। ആമേൻ നാബോത്ത് ആ സാക്ഷ്യ നിമിത്തം അവനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവൻ സത്യത്തിന് സാക്ഷിയായി അവൻ മരിച്ചു. हालेलुया। हमें लगता है कि परमेश्वर क्यों शांत खड़ा है, ദൈവം എന്തുകൊണ്ടാ ഒന്നും ആമേൻ പറയാതെ ഇരുന്നത്, മൗനമായിരുന്നതെന്ന് നാം ചിന്തിക്കും. लेकिन परमेश्वर सब कुछ देख रहा है। എന്നാൽ ദൈവം എല്ലാം കാണുന്നുണ്ട്. हमारे परमेश्वर की नजरों से कुछ भी बातें छुपाए नहीं जाता। നമ്മുടെ ദൈവത്തിന്റെ കണ്ണിനൊന്നും മറഞ്ഞിരിക്കുന്നു. हमें लगता है कि परमेश्वर अभी कार्य क्यों नहीं कर रहा है। നമ്മള് ഒരുപക്ഷെ നമുക്ക് തോന്നും ദൈവം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. हालेलुया। इनोसेंट पीपल जब पीड़ाओं से होकर जाता है हमें लगता है कि परमेश्वर क्यों कुछ नहीं कर रहा है। നിഷ്കളങ്കരായ വ്യക്തികൾ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്. हालेलुया। यहाँ पर दो लोगों ने झूठे गवाही बोला और नाबोत को पत्थर मार के उसे मार डाला जाता है। और फिर प्रेज़ द लॉर्ड इस्राएल आकर अहाब से कहता है कि नाबोत का मृत्यु हो गया है। അവിടെ രണ്ടുപേരെ സാക്ഷി നിർത്തി ആമേൻ അതിന് വിരോധമായി പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം ഇസബേൽ ആഹാബിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ആമേൻ ഇപ്പോൾ നാബോത്ത് മരിച്ചുപോയി. हालेलुया। वास्तव में मार डाला गया था लेकिन इसाबेल आकर कहता है कि उसका मृत्यु हो गया है। അവിടെ കൊന്നതാണ് നാബോത്തിനെ, പക്ഷേ ഇസബേൽ വന്ന് പറയുന്നത് നാബോത്ത് ഇപ്പോൾ ജീവനോടെ ഇല്ല, മരിച്ചുപോയി എന്നാണ്. मर गया सुनकर अहाब बड़ा खुश हो गया और अब ये इस दाग के बगीचा में अहाब चल के जा रहा है। അവിടെ നാബോത്ത് മരിച്ചു എന്ന് കേട്ട സന്തോഷവനായി ആഹാബ് ആമേൻ ആ തോട്ടം കൈവശമാക്കാനായി പോയി. अब उसके 17वें आयत से एक अलग हालेलुया प्रेज़ द लॉर्ड दिशा हम इसमें देख रहे हैं। 17ാമത്തെ വാക്യം മുതൽ ആ കാര്യങ്ങൾക്ക് വളരെ വ്യത്യാസം ഉണ്ടാകുന്നു. वहां पर एलिया नाम का एक भविष्यवक्ता से यहोवा परमेश्वर कुछ कह रहा है। അവിടെ ഏലിയാവ് എന്ന ആമേൻ പ്രവാചകനോട് ദൈവം ചിലത് പറയുന്നു. एलिया से कहता है गो डाउन हालेलुया प्रेज़ द लॉर्ड एंड मीट अहाब करके उससे कह रहा है। ഏലിയാവിനോട് പറയുന്നു നീ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. और शमरिया में राज्य करने वाला अहाब राजा से जाकर मिलना है। ശമരിയയിൽ രാജാവായിരിക്കുന്ന ആഹാബിനെ നീ ചെന്ന് കാണണം. और 18वें आयत में स्पष्ट तौर से परमेश्वर एलिया से कहता है अहाब कहां पर खड़ा है। അവിടെ 18ാമത്തെ വാക്യത്തിൽ ആഹാബ് എവിടെ നിൽക്കുന്നെന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഏലിയാവിനോട് പറയുന്നു. वहां पर लिखा गया है he is now in Naboth's vineyard। अहाब अब कहां पर खड़ा है? हालेलुया। नाबोत का उस दाग के बगीचा में खड़ा है। ഇപ്പോൾ നാബോത്തിന്റെ മുന്തിരി തോട്ടത്തിൽ ആമേൻ ആഹാബ് നിൽക്കുന്നെന്ന് വളരെ വ്യക്തമായി ഏലിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. परमेश्वर की नजरों से कोई भी बातें छुपाए नहीं जा सकता। കർത്താവിന്റെ ഒന്നും മറയ്ക്കാൻ നമുക്ക് लगता है कि परमेश्वर नहीं देख रहा है लेकिन परमेश्वर की नजरों से कोई भी बातें छुपाए नहीं जा सकता। നമുക്ക് തോന്നും ദൈവം കാണുന്നില്ല എന്ന്, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നു. अहाब कहां पर खड़ा है वो भी एड्रेस के साथ एलिया को परमेश्वर बता कर दे रहा है। ആഹാബ് എവിടെ നിൽക്കുന്നെന്ന് അവന്റെ വിലാസം വരെ അവന്റെ അഡ്രസ് വരെ പറഞ്ഞ് ആമേൻ ഏലിയാവിനോട് ദൈവം സംസാരിക്കും. और कहता है कि जाओ उससे मिलो और कहो कि तूने एक निष्कलंक व्यक्ति का मर्डर किया है, उसे मार डाला है। നീ അവനെ ചെന്ന് കണ്ടിട്ട് ഒരു നിഷ്കളങ്കന്റെ രക്തം നീ ചൊരിഞ്ഞു എന്ന് അവനോട് നീ പറയണം. और उससे कहना है कि तूने जैसे नाबोत को मार डाला वैसा ही तेरा भी मृत्यु होकर तेरा प्रेज़ द लॉर्ड खून कुत्ता चाटने के लिए आएगा करके कहने के लिए कहता है। നീ അവനോട് പറയണം നീ എങ്ങനെ ഒരു നിഷ്കളങ്കന്റെ രക്തം ചൊരിഞ്ഞുവോ അങ്ങനെ നിന്റെ രക്തവും ആമേൻ നായ് നക്കിക്കളയുമെന്ന്
അവനോട് പറയണമെന്ന് പറഞ്ഞു. उसके 19वीं आयत में लिखा है, पढ़ने के लिए समय खत्म होने के कारण पढ़ नहीं रहा हूं, लेकिन 19वीं आयत में स्पष्ट तौर से बताया गया है. അതിന്റെ 19ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. यहाँ पर उसके अगले आयत में यह भी लिखा कि केवल तू ही नहीं बल्कि तेरा पत्नी इस्सबेल भी उसी प्रकार उसका मृत्यु होने वाला है. കേവലം ആഹാബിന്റെ ജീവിതം മാത്രമല്ല, അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ ഭാര്യ ഇസബേലിനും ഇത് തന്നെ സംഭവിക്കുമെന്ന ഒരു ശിക്ഷ ദൈവത്തിൽ നിന്ന് അവന്റെ മേൽ വന്നു. केवल वही नहीं, अहाब तेरा पूरा घराना को मैं समाप्त करने जा रहा हूं. നിന്റെ മുഴുവൻ സന്തതിയെ ഞാൻ നിർമൂലനാശം വരുത്തും. प्रेज़ लॉर्ड, तूने जो दुष्ट कार्य किया है वो मेरे नजर में आ चुका है. നീ ചെയ്ത ദുഷ്ടപ്രവൃത്തി ഞാൻ കണ്ടിരിക്കുന്നു. हालेलुया. लेकिन प्रेज़ लॉर्ड, इस खबर को सुनते हुए अहाब वहां पर गिर पड़ता है. हालेलुया. वो वहां पर उपवास करने के लिए, प्रेज़ लॉर्ड, परमेश्वर के सम्मुख माफी मांगने के लिए वो तैयार हो रहा है. അവിടെ അവന്റെ ഈ വാർത്ത കേട്ട്, ഏലിയാവ് പറഞ്ഞത് കേട്ട് അവിടെ അവൻ നിലവിളിച്ച് കരഞ്ഞ് വീണ് നെടുമ്പാട് വീണ് ദൈവത്തോട് ക്ഷമ ചോദിപ്പാനിടയായി. उसके 27th आयत हम पढ़ते हैं, वहां पर अहाब इस बातों को सुनते हुए अपने वस्त्र फाड़ता है और परमेश्वर के सम्मुख वो भूखा और प्रार्थना के साथ रहना शुरू करता है. 27ാമത്തെ വാക്യത്തിൽ അഹാബ് ആ വാക്ക് കേട്ട് വസ്ത്രം കീറി തന്റെ ദേഹം പറ്റി രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ച് രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു എന്ന് നമ്മൾ കാണും. और उसके बाद में 28वीं आयत में यहोवा परमेश्वर इसी एलिया से कहता है, जाओ अहाब से कहो कि हालेलुया, तूने ये गुनाह किया है. गुनाह को तो मैं कैंसिल नहीं करूंगा, लेकिन मैं थोड़ा सा पोस्टपोन करके देने वाला हूं. അവിടെ 28 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ, നിനക്ക് മേൽ വരുത്തുവാനിരുന്ന അനർത്ഥം അതൊരിക്കലും മാറിപ്പോകത്തില്ല, പക്ഷേ അത് നിന്റെ തലമുറയുടെ നിന്റെ മക്കളുടെ കാലത്ത് അത് ഞാൻ വരുത്തും, അല്പ കാലതാമസം വരുത്തും എന്ന് പറഞ്ഞു. तूने किया हुआ अन्याय के लिए मैं जरूर शिक्षा तो देने वाला हूं, लेकिन तू मेरे सामने गिड़गिड़ाने के कारण, प्रार्थना करने के कारण, आंसू बहाने के कारण, तेरा समय में नहीं बल्कि तेरे पीढ़ी के समय में जरूर वो घटना होने वाला है. നിനക്ക് വരുത്തുവാനിരിക്കുന്ന അനർത്ഥം നീ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലം അനുഭവിച്ചേ മതിയാകൂ. പക്ഷേ നീ അനുദപിച്ചത് കൊണ്ട് നിന്റെ കാലത്ത് സംഭവിച്ചില്ല എങ്കിൽ പോലും നിന്റെ മകന്റെ കാലത്ത് ആ അനർത്ഥം നിന്റെ ഗ്രഹത്തിന്മേൽ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുവാനിടയായി. अहाब को तो वो मृत्यु होने वाला है, इस्सबेल को तो मृत्यु होने वाला है, लेकिन अहाब के खानदान को मिटाने वाला अनुभव अहाब के समय में नहीं बल्कि उसके पीढ़ी के समय में जरूर होने वाला है. ആഹാബ് മരിച്ചു പോകും, ഇസബേലും മരിച്ചു പോകും, എന്നാൽ അവന് വരുവാനിടുന്ന വലിയൊരു അനർത്ഥം അവന്റെ കാലത്ത് വന്നില്ല എങ്കിൽ പോലും അവന്റെ തലമുറയുടെ കാലത്ത് അവരത് അനുഭവിക്കേണ്ടി വന്നു. मैं न्याय करने वाला परमेश्वर है करके परमेश्वर एक बार उसे दिखाना चाहता है. ഞാൻ ന്യായം വിധിക്കുന്ന ദൈവം എന്ന് ആഹാബിന് ദൈവം തന്നെ വെളിപ്പെടുത്തി. अहाब का मृत्यु कैसा हो रहा है. हालेलुया. युद्ध के लिए गया, वापस लौट कर आ रहा था, किसी ने तीर फेंका, उसका मृत्यु होता है. और जैसा नाबोत का खून कुत्ता ने चाटा, वैसा ही आहाब का भी लहू हालेलुया कुत्ता चाट रहा है. യുദ്ധത്തിന് പോയ ആഹാബ് മടങ്ങി വരുന്ന വഴിക്ക് ആരോ എറിഞ്ഞ അമ്പ് കൊണ്ട് അവൻ വീണ് എങ്ങനെ അവന്റെ രക്തം വീഴുമെന്ന് പറഞ്ഞു, അതുപോലെ അവന്റെ രക്തം നായി നക്കുവാനിടയായി. इस्सबेल को उसके राजमहल से किसी को धक्का देने के लिए इंतजाम किया. हालेलुया. जैसे ही गिरा, हालेलुया, कुत्ता आकर उसका खून चाटता है. केवल वही नहीं, उसका शरीर का कुछ भाग ही उसे मिलता है, बाकी पूरा कुत्ता खत्म कर देता है. ഇസബേലിനെയും അവിടെ മാളികയിൽ നിന്ന് അവളെ തള്ളിയിടുവാൻ തക്കവണ്ണം ആ ഒരു അനുഭവം ഉണ്ടായി. അവിടെ നിന്ന് വീണ അവളുടെ ശരീരം ചിതറിപ്പോയി എന്ന് നാം വായിക്കുന്നു. അവളുടെ രക്തം നായ്ക്കൾ നക്കുവാനിടയായി എന്ന് നമ്മൾ വായിക്കുന്നു. एक भक्त के खिलाफ षड्यंत्र रचने में हालेलुया परमेश्वर न्याय करने के लिए उतरने वाला है. ഒരു ദൈവഭക്തന് വിരോധമായി ഉണ്ടാക്കുന്ന
ആലോചനകൾക്ക് ആമേൻ ദൈവത്തിൽ നിന്ന് ശിക്ഷാവിധി വെളിപ്പെടുമെന്ന് നമ്മൾ മറക്കരുത്. हमें लगता है कि तुरंत परमेश्वर क्यों कार्य नहीं कर रहा है. നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും ഇതൊന്നും ചെയ്തിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. एक साधारण व्यक्ति नाबोत ना तो एक प्रचारक था, ना तो एक भविष्यवक्ता था, ना तो एक राजा था. एक साधारण व्यक्ति, लेकिन जिसने परमेश्वर के लिए खड़ा रहने के लिए तैयार हुआ, उसके जिंदगी के कारण एक राजा और उसके परिवार के ऊपर परमेश्वर न्याय ला रहा है. നാബോത്ത് എന്ന് പറയുന്ന വ്യക്തി എന്ന് ആമേൻ ഹല്ലേലൂയ വലിയൊരു പ്രസംഗകനോ പ്രഭാഷകനോ പ്രവാചകനോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ ദൈവ കൽപ്പനയ്ക്ക് വേണ്ടി സ്ഥിരതയോടെ നിന്ന ഒരു ഭക്തനായ സാധാരണക്കാരനായ വ്യക്തി, അവന് വിരോധമായ ഒരു രാജാവുണ്ടാക്കിയ തന്ത്രത്തിൽ ആമേൻ ദൈവം അവനെ ആമേൻ ശിക്ഷിക്കുവാനിടയായി. हालेलुया. नहीं, प्रेज लॉर्ड. आमीन. उसने जो षड्यंत्र रचा उसके कारण राजा के घर में न्याय आने के लिए तैयार हो गया. അവന് വിരോധമായി രാജാവുണ്ടാക്കിയ ആലോചന പ്രകാരം ദൈവകോപം രാജാവിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടു. एक राजा को भी परमेश्वर स्पेयर नहीं करेगा. हालेलुया. एक भक्त शायद नाम बाहर किसी को नहीं पता होगा, लेकिन परमेश्वर के लिए यदि आप खड़े हैं, आपके लिए, आपके कारण, आपके नाम के निमित्त शायद एक राजा का भी परमेश्वर न्याय परमेश्वर कर सकता है. ആമേൻ. ഒരു പക്ഷെ നമ്മൾ മറ്റാരും അറിയാത്ത ഒരു കൊച്ചു വ്യക്തിയായി, ഒരു സാധാരണ വ്യക്തിയായി, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനായി നമ്മൾ ഭവനത്തിൽ ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നമുക്ക് വിരോധമായി ആമേൻ ആലോചനയുണ്ടാക്കുന്നവൻ ഒരു രാജാവായിരുന്നാലും അവനെയും ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. आपके गांव में, आपके शहर में, आप जिस परिस्थिति में है, वहां पर यदि आप परमेश्वर के लिए खड़े हैं, परमेश्वर न्याय करने वाला परमेश्वर है. നാം ആയിരിക്കുന്നത് ഒരു പക്ഷെ ഒരു ഗ്രാമത്തിലായിരിക്കാം, ഒരു ചെറിയ പട്ടണത്തിലായിരിക്കാം, ചെറിയ ഒരു ആമേൻ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് നാം കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമുക്ക് അനുകൂലമായിരിക്കും. हालेलुया. प्रेज लॉर्ड. एक व्यक्ति परमेश्वर के लिए खड़े होने के कारण, प्रेज लॉर्ड, परमेश्वर के उस कल्पनाओं को कॉम्प्रोमाइज करने के लिए तैयार नहीं था. इसके लिए परमेश्वर ने आमीन उस व्यक्ति के कारण एक राजा और परिवार को न्याय कर रहा है. ഒരു ആമേൻ വ്യക്തി അവൻ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഒരു രാജാവ് മുഴുവനും അവന്റെ ആമേൻ ഗ്രഹവും ശിക്ഷാവിധിക്ക് കാരണം. आपको परमेश्वर ने बड़े अनमोल चीज दिया है. पुत्र यीशु के द्वारा दिया हुआ उद्धार. कभी भी आप संसार के साथ कॉम्प्रोमाइज ना करे, किसी भी बातों में कॉम्प्रोमाइज ना करे. हालेलुया. यदि हम कॉम्प्रोमाइज करेंगे तो तभी हम अच्छा दिखेंगे, लेकिन बाद में परमेश्वर का न्याय आ सकता है. लेकिन यदि आप परमेश्वर के लिए खड़े हैं तो परमेश्वर आमीन प्रेज लॉर्ड, जो व्यक्ति कॉम्प्रोमाइज करने के लिए आपके ऊपर जबरदस्ती कर रहा है, उनके ऊपर परमेश्वर न्याय लेकर आने वाला है. വളരെ വില കൊടുത്ത് ആമേൻ സ്വന്തം പുത്രനെ കൊടുത്ത് കർത്താവ് നമ്മൾക്ക് വേണ്ടി നൽകി തന്ന രക്ഷയ്ക്ക് പകരമായി ഈ ലോകത്തിലുള്ളതിനെ ഒന്നും വെച്ച് നമ്മൾ അതുമായിട്ട് ആമേൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീഴുവാൻ ഇടയാകരുത്. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ആ അല്പനേരത്തേക്ക് നമ്മൾ മിടുക്കന്മാരായി നമുക്ക് തോന്നിയാലും ആമേൻ ദൈവം തന്ന രക്ഷയ്ക്ക് പകരം നമ്മൾ ലോകത്തോട് കോംപ്രമൈസ് ചെയ്താൽ വളരെയധികം ശിക്ഷാവിധി പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അല്ല എങ്കിൽ ദൈവം നമ്മളെ നിശ്ചയമായും ആദരിക്കുവാനിടയാകും. हालेलुया. प्रेज लॉर्ड. नाबोत ना तो बड़ा प्रचारक था, हालेलुया, ना तो वो राजा था, लेकिन उसके नाम इस पुस्तक में लिखा गया है. അവൻ വലിയ പ്രസംഗകനോ പ്രഭാഷകനോ പ്രവാചകനോ ഒന്നുമായിരുന്നില്ല. പക്ഷെ നാബോത്തിന്റെ പേരും ഈ പുസ്തകത്തിൽ എഴുതി ചേരുവാനിടയായി. एक ही कारण है, कॉम्प्रोमाइज करने के लिए तैयार नहीं था. परमेश्वर के लिए वो अकेला खड़ा रहा. ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ ദൈവകൽപ്പനയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അവൻ കർത്താവിന് വേണ്ടി നിന്നു എന്ന ഒറ്റ കാരണം. शायद कोई आपके साथ नहीं होगा, आप अकेला होगा, लेकिन आप परमेश्वर के साथ खड़े हैं. परमेश्वर आपके लिए न्याय करने वाला परमेश्वर है. ഒരു പക്ഷെ ആരും നമ്മൾക്ക് ഒരു സഹായമായി കൂടെയില്ല എങ്കിലും ഒറ്റയ്ക്ക് വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽപ്പാൻ തയ്യാറായാൽ ദൈവം കൂടെ നിൽക്കും. मैं विश्वास करता हूँ कि पवित्र आत्मा हमारे हृदयों से बातें कर रहा था. വിശ്വസിക്കുന്നു ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. नाबोत का जिंदगी हमारे नजरिया बदलने पाए. നാബോത്തിന്റെ ജീവിതം കണ്ട് നമ്മുടെ ചിന്തകൾ മാറുവാനിടയാകും. संसार के कोई भी बातों के साथ हम कॉम्प्रोमाइज ना करें. ഈ ലോകത്തിന്റെ ഒരു വിഷയത്തിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. खड़े रहने के लिए हम तैयार हो जाए. परमेश्वर हमें उसके लिए अनुग्रह करेगा.
उसके नजरों से कोई भी बातें छुपाए नहीं जा सकता। हालेलुया। नाबोत के लिए बातें करने के लिए कोई और नहीं था, लेकिन परमेश्वर का नजर नाबोत के लिए था। आहाब कहां पर हमें खड़ा है वो भी परमेश्वर जानता है, और उसी परिवार में न्याय परमेश्वर लेकर आ रहा है। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिया। परमेश्वर के आदरणीय दासों को हृदय गहराई से धन्यवाद देते हैं। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हालेलुया। हमें भी आपकी प्रार्थना में उठाए रखिए, परमेश्वर के अनुग्रह हम दिन प्रतिदिन देखने पाए। गॉड ब्लेस यू ऑल। आमेन।